എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Chariot, Page of Swords, Nine of Swords, Nine of Wands, Five of Pentacles, Six of Pentacles, Hierophant, Judgment. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പലതരത്തിൽ ആദ്യം തന്നെ പറയട്ടെ, Chariot എനർജി ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പല കാര്യങ്ങളും നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളതല്ല, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്നുള്ളതുമല്ല. പക്ഷേ നിങ്ങളായിട്ട് സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ ഒരു വർഷം വാഹനം വാങ്ങിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാറോ ബൈക്കോ എങ്ങനെയായാലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട്. പക്ഷേ ഇവിടെ ഒരു വാഹനം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് മാസം അതിൻ്റേതായിട്ടുള്ള ലോൺ അടക്കി, EMI അടക്കി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നിങ്ങളെക്കൊണ്ട് താങ്ങുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി സാഹചര്യം വെച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതിനനുസരിച്ചിട്ട് നോക്കുക. എടുത്താൽ പൊങ്ങാത്ത ഭാരം എടുക്കാതിരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയാനുള്ള കാര്യം, യങ്സ്റ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് വാഹനം വാങ്ങിച്ചു കൊടുക്കുന്നതാവാം, അവർക്ക് എന്തെങ്കിലും ബൈക്കോ കാര്യങ്ങളോ ഒക്കെ. അപ്പോൾ ഒരു 1 ലക്ഷത്തിനടുത്തൊക്കെ നിങ്ങൾക്ക് താങ്ങുന്നത് ഏതാണോ അതിനനുസരിച്ചിട്ട് നോക്കുക. അല്ലെങ്കിൽ ലക്ഷങ്ങൾ മേലെ വിലയുള്ള വാഹനങ്ങൾ നിങ്ങളെക്കൊണ്ട് താങ്ങാവുന്നതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കുട്ടികളുടെ വാശിക്ക്, കുട്ടികളെന്നുള്ളതല്ല, ഓൾറെഡി പ്രായമായിട്ടുള്ളൊരു നാട്ടിൽ പലരെയും കുട്ടികളായിട്ടാണ് കാണുന്നത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർ കുട്ടികളാണെന്ന് ചിന്തിക്കുന്ന ഇതിൽ നിന്ന് മാറി ചിന്തിക്കുക. മാത്രമല്ല, വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമ്മാനങ്ങളായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. സ്വയം കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ അവർ വാങ്ങിക്കേണ്ടതാണ് അവരുടെ അധ്വാനം കൊണ്ട്. ഇത് പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്, സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും മാതാപിതാക്കൾ. ഇനി നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നുള്ളതാണ് എടുത്തു പറയാൻ. കാരണം ചില ആളുകൾ നിങ്ങൾക്കിപ്പോൾ ജോലി പ്രമോഷൻ ലഭിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ജോലി ലഭിച്ചിട്ടുണ്ടാവും. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പുതിയ ജോലി കിട്ടിയാൽ അപ്പം തന്നെ പുതിയ വാഹനം വാങ്ങിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇതുവരെ പാരൻസ് ചിലപ്പോൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് വാങ്ങിക്കുക, ഒന്നും നോക്കാതെ. പക്ഷെ പിന്നീടാണ് അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ഉത്തരവാദിത്വത്തിലേക്ക് വരുമ്പോൾ. അത് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇത് അറിഞ്ഞ് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്താൽ ഒരു പ്രാരബ്ധത്തിലേക്ക് പോകാതിരിക്കുക. കാരണം ഇതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം, നിങ്ങൾ പ്രത്യേക ഒരു കാര്യം വാങ്ങിച്ചത് കൊണ്ടാണ്, ചിലപ്പോൾ വാഹനമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം, വാങ്ങിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലോൺ അടച്ചു തീർക്കാൻ മാസാമാസം ഉള്ളത് കൊണ്ട് പുതിയതായിട്ടൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടാവും, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോയി കഴിക്കുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചുരുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും മാസം അവസാനത്തും കടത്തിലേക്ക് ആകാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ കൈകളിൽ ഒതുങ്ങുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ പുതിയതായിട്ടൊക്കെ ജോലിയൊക്കെ മാറ്റങ്ങൾ വരികയാണ് എങ്കിൽ, ജോലിയിലേക്ക് ഉദ്യോഗക്കയറ്റം, പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ വരികയാണ് എങ്കിൽ, നിങ്ങൾ ആ ഒരു ഇത് ലഭിച്ച ഉടനെ തന്നെ പോയിട്ട് എന്തെങ്കിലും വലിയൊരു കാര്യം വാങ്ങിക്കാതിരിക്കുക. ഒരു 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത്, നിങ്ങളുടെ മാസവും ചിലവും കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്താൽ വലിയ രീതിയിൽ പ്രാരബ്ധം കൂടാതെയുള്ള ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ പ്രായം, ചെറിയൊരു യൂത്ത് അതിൽ നിൽക്കുന്നവരാകണമെന്നില്ല. ഓരോരുത്തരുടെ പ്രായം എത്രയായാലും ആ ഒരു പക്വതക്കുറവ് പലരിലും ഉണ്ടാക്കും. പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ തന്നെയാണ് പണം കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ, നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ഒരു പ്രാരബ്ധത്തിലേക്ക് പോകാം എന്നുള്ളത് എടുത്തു പറയുന്നു. പേജ് ഓഫ് സോർഡ്സ് എനർജി ആൻഡ് 6 of Pentacles എനർജിയാണ്.
അപ്പോൾ പുതിയൊരു തലത്തിലുള്ള ചിന്താഗതിയിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല ഡിസ്ട്രാക്ഷൻസും വരാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീഡിയോ ഗെയിംസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആ പ്രായത്തിൽ ചെയ്യേണ്ടെന്ന് വരുന്ന പല കാര്യങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ പഠനത്തിൽ നിന്ന് പിന്നോക്കം പോയേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠനത്തിൽ നിന്ന് നിങ്ങൾ പിന്നോക്കം പോകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ എടുത്തു പറയുന്നു. ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ആയിട്ട് നിങ്ങൾ പഠനത്തിൽ ഉഴപ്പുന്നവരാണെങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയിട്ടാണ്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതേസമയം നിങ്ങൾ ഒരു കാലത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാത്തവർ വീണ്ടും വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരികയാണ് മുന്നോട്ടേക്ക് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 of Pentacles എനർജിയാണ്. ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം, അത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ എടുത്ത് പറയാൻ, നിങ്ങൾ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുക, പ്രാക്ടിക്കലായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും പ്രവർത്തിച്ചാൽ, അതേസമയം തന്നെ നേരത്തെ 5 of Pentacles എനർജി ആൻഡ് 6 of Pentacles എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എത്ര ഉള്ളൂ, നിങ്ങളുടെ കൈകളിലാണ് എല്ലാം. ഒന്നുകിൽ നിങ്ങൾ പ്രാരബ്ധവും കടത്തിന് മേലെ കടവായിട്ട് പോകാം, അതല്ല എങ്കിൽ നിങ്ങളുടെ കൈകളിൽ മറ്റുള്ളവരെ, അതായത് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കാനും ധനസഹായമായിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു നല്ല അവസ്ഥയിൽ നിൽക്കാനുമുള്ള അവസരം കൊണ്ടുതരുന്ന ഒരു വർഷമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിലേതാകണം എന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ അത് ആലോചിച്ചിട്ട് ഇപ്പോഴേ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. 9 of Swords ആൻഡ് ഹെറഫൻ്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ചൊരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു മെൻ്റൽ പ്രഷർ, ടെൻഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇച്ചിരി, അതായത് പ്രത്യേകിച്ച് ഈ ഒരു വർഷം പകുതി കഴിയുമ്പോൾ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സ് കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എപ്പോഴും ഒരു ടെൻഷനാണ്. അതായത് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ, ആ ഒരു ലെവലിലേക്കും ചില ആളുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം എന്താണ്, ജീവിതത്തെക്കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ജീവിതത്തിൻ്റെ, എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും ചില ആളുകൾ ചിന്തിക്കുക, ആ ഒരു ലെവലിലേക്ക് ചിന്ത പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഡോക്ടറുടെയൊക്കെ സഹായം ആവശ്യമാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയൊക്കെ സന്ദർശിക്കാവുന്നത് കൂടിയാണ്. ഇതൊരു മാനസികമായിട്ടുള്ളൊരു ചിന്തയാണ്, മറിച്ച് ജീവിതത്തിൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചില ആളുകളുടെ ചില സമയത്ത് അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വരാം. അപ്പോൾ അതിൽ നിന്ന് രക്ഷ തേടാൻ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുകയും മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക. സൂര്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ വെയിൽ കൊള്ളാതെ വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെയോ വൈകുന്നേരം 4 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷം ആ ഒരു ഇളം വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ 10 മണിക്ക് മുമ്പുള്ള വെയിൽ കൊള്ളുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. സൂര്യന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ, പ്രകൃതിയായിട്ട് സമയം ചിലവഴിക്കുക. ചെടികൾ, അതായത് മുറ്റമൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇനി മുറ്റം ഇല്ലാതെ ഫ്ലാറ്റിലാണെങ്കിലും ബാൽക്കണിയിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക. ചെടികളുമായിട്ട് കൃഷി പോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. 9 of Wands ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. ഇവിടെ ഈ ഒരു വർഷം അവസാന പകുതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മറ്റുള്ളവർ അതായത് നിങ്ങളെ മറ്റുള്ളവർ നിങ്ങൾക്ക് പല ആരോപണങ്ങളും നിങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിക്കാം. അത് പൊതുവേ ഇങ്ങനെ പുറത്തുള്ളവരായിരിക്കണമെന്നില്ല, വീടിനകത്തൊരു ചെറിയ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ പാരൻസ്, നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ, സഹോദരന്മാർ തമ്മിൽ കുറച്ച് ചെറിയ കശപിശയോ കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളോ പ്രവൃത്തികളോ ആയിട്ട് അവരൊത്തുപോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരായിട്ട് ഒത്തുപോകാത്ത സാഹചര്യം, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വീട്ടിലെ അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു സമയത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഏതാണ് എന്ന് മാത്രം ചിന്തിച്ചിട്ട് അത് വലിയ രീതിയിൽ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക.
പിന്നെ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കില്ല നിങ്ങളുടെ പാരൻസിന്. അവർ നിങ്ങളുടെ പാരൻസ് ആയതുകൊണ്ട് ഒരേ ചിന്താഗതി ആയിരിക്കണം എന്നില്ല. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്താഗതിയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരാണ് എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. അതാ പ്രത്യേകിച്ച് ആ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആണ് ഈ ഒരു സിറ്റുവേഷൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം പറയുന്നു. പിന്നെ പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന കാര്യവും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ച് ജീവിതത്തിൽ വേണമെന്ന് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ പലതും ജീവിതത്തിൽ നേടാൻ പറ്റുന്നൊരു വർഷം കൂടിയിട്ടാണ്. വീട്, വാഹനം ഇത്യാദി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പാഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാധ്യമാക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ ഒരു വർഷം. വീട്ടമ്മമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ചെയ്ത കാര്യം തന്നെ എല്ലാ ദിവസവും അത് തന്നെ ചെയ്ത് ബോറടിക്കുന്ന ഒരു ജീവിതത്തിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നിങ്ങൾ പുതിയ പുതിയ പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ പഴയ പോലെ ഒരു ബോറായിട്ടുള്ള ജീവിതമായിരിക്കില്ല 2025 എല്ലാവരിലും. വീട്ടമ്മമാരെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.